ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി ആയിട്ട് നമ്മുടെ സീരീസ് പോലെ നമ്മുടെ ഓൾറെഡി ഡിവിഷൻ മാച്ചുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ചെൽസി പാക്ക് മുഴുവൻ ഞാൻ എടുത്തു. അപ്പോൾ ഇന്നൊരു കിടിലൻ മാച്ച് വന്നിട്ടുണ്ട്, നമ്മൾ ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നിങ്ങളാരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് ജസ്റ്റ് നോക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് കട്ട് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ലൈവ് വരാമെന്ന് വെച്ചാണ്, പക്ഷേ നടന്നില്ല. കാരണം എന്തോ ഒരു ആപ്പിൽ എന്തോ എറർ വന്നപ്പം ഇതിൽ നടന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാറ്റിയിട്ടോ മച്ചന്മാരെ. അപ്പം നമ്മൾ ഓൾറെഡി ജെറാഡാണ് നമ്മുടെ ഓപ്പോണൻ്റെ മാനേജർ. പൊസിഷൻ ഗെയിമിംഗ് ആണ് അവർ ഇട്ടേക്കുന്നത്. ബെല്ലറ്റി ഉണ്ട്, സ്റ്റീഗനുണ്ട്, മാൾഡിനി ഉണ്ട്, ബെല്ലിങ്ങൊക്കെ ഉണ്ട്. സീനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവുന്നു. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ ഏതാ ഡിവിഷൻ ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എന്നാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി പറഞ്ഞായിരുന്നു രണ്ട് തൊട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റിംഗ് ആണ്, റേറ്റിംഗ് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങളുടെയൊക്കെ റെഡിയാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഡിഫൻസൊക്കെ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെന്തായാലും കഴിച്ച് നാളെ ഇപ്പോൾ യൂസ് ചെയ്യാൻ നമ്മളിത് കഴിഞ്ഞു, ബാർസേൻ്റെയും നമ്മുടെ മിലാനോൻ്റെയും കളി കഴിഞ്ഞു. അപ്പോൾ മിക്കവാറും നാളെ അതുമായി ബന്ധപ്പെട്ട് പാക്ക് വരാൻ ചാൻസ് ഉണ്ട് കഴിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ച് തുടങ്ങാം. ഫസ്റ്റ് അവരുടെ അച്ഛാണ്. ഓക്കെ, സ്റ്റോയിച്ച്കോവിച്ച്, ബെക്കാം ഗൈസ്. ഞാനും കുറേ ഇറക്കിയിട്ട് മെസ്സി ടു ബെക്കാം ഗൈസ്. ഒന്നും എന്താ പറയുക, നമ്മൾ റോബർട്ടോ കാർലോസ് ടു കിട്ടി ഗൈസ്. ഞാനെന്താ വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഡെയിലി കളിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. കാരണം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടില്ല. അതാണ് പ്രശ്നം. റോബർട്ടോ കാർലോസ് വീണ്ടും എടുത്തിട്ടുണ്ട്. നെയ്മർ ഗൈസ്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചു ഓക്കെ ചെങ്ങായി വന്ന് എടുത്തു കിട്ടും. ബെല്ലിംഗത്തിന് തട്ടിക്കൊടുത്തു മെസ്സി ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യായി. നമ്മുടെ എൻ്റെ അടുത്തുള്ള ബിഗ് ടൈം മെസ്സിയാണ്. ഈ ഒരു മെസ്സി നമ്മുടെ എല്ലാവർക്കും ഫ്രീ ആയി കിട്ടിയ മെസ്സിയാണ്, മറ്റേ ഷോർട്ട് ടൈമിൽ. അപ്പോൾ ഞാൻ ഇതുവരെ ഇറക്കിയിട്ടുമില്ല കേട്ടോ. റോബർട്ടോ കാർലോസ് എന്തായാലും ഗൈസ് ഡിഫൻസ് ചെയ്തിട്ട് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി 60 FPS ആട്ടെ ഗൈസ്. അപ്പോൾ ഇതിലും കിടലും വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് എൻ്റെ ഗോളി മാനുവലിയാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇതൊരു ഗോളി വേഴ്സസ് ഗോളി തന്നെയാണ്. കാരണം ഓൾറെഡി സ്റ്റീഗനും മാനുവലിയറാണ്. സ്റ്റീഗൻ അത്യാവശ്യം നല്ല കാർഡാണ്. എൻ്റെ അടുത്ത് നമ്മുടെ സാധാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനുവലിയറും ഗൈസ്. നെൽസൺ ടു ചൗമണി കേട്ടോ. ഓഫ് ഏറ്റവും പൊന്നു ഗൈസ്, ഏതാ ഷോട്ടത്? ജെറാഡ് ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് ബെല്ലിംഗം, മെസ്സി ഗൈസ്. ഇല്ല മെഗല്ലൻ ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെൽസി ഫുൾ ടീം ഇറക്കിയായിരുന്നു. അവിടെ വേണ്ടായിരുന്നു. ഇവിടെ ഫ്രീ ആയിരുന്നല്ലോ. റോഡ്രി, മെസ്സി, കോസ്റ്റ് കട്ട, ബെക്കാം, ഡെനിൽസൺ, റോഡ്രിഗർ. ഓക്കെ, അറ്റാക്ക് ചെയ്തിട്ടുണ്ട് റോഡ്രി. കഴിഞ്ഞ ദിവസം ഗൈസ് നിങ്ങൾ പീറ്റർ ചെക്കിൻ്റെ മാച്ച് കണ്ടില്ല, ഉറപ്പായിട്ട് കാണാം കേട്ടോ. കിഡിലും കൂടിയാണ്. ഞാനത് കുറേ നോക്കി. ബെല്ലറ്റി പിന്നെ മച്ചന്മാരെ ഓൾറെഡി ഞാൻ എന്താ പറയുക, ഇനി റാങ്കഡ് ആയിട്ടുള്ള പ്ലേയേഴ്സുമായിട്ട് എന്താ പറയുക കയറി കളിക്കുന്നതിന് ശേഷം ഉറപ്പായിട്ട് അതും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊടുത്താൽ മതിയായിരുന്നു. കൊടുക്കണ്ടായിരുന്നു. മെസ്സി ടേൺ അടിച്ചാൽ മതിയായിരുന്നു. അത് ആവശ്യമില്ലാണ്ട് കൊടുത്തു. മാൾഡിനി ഇപ്പോൾ പണി തന്നേനെ മച്ചാന്മാരാണ്. ചെൽസിയിൽ മാൾഡിനി വരെ പിടിക്കുന്ന പ്ലെയറുണ്ട്. ഞാനത് ഓൾറെഡി ചെൽസി പാക്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവരുടെ ഉറപ്പായിട്ട് ഇപ്പം തന്നെ കാണുക ഗൈസ്. കിട്ടിയിട്ടുണ്ട് നെയ്മർ ടു കുറച്ചേരം ഇവന്മാർ വട്ടം ചുറ്റിക്കാം. നെയ്മർ ഓക്കെ, സെർജിൻഹോ, മെസ്സി, ജോക്കറസ് ഓക്കെ, റോബർട്ടോ കാർലോസ്. ഓഫ് സൈഡ് ഇല്ല. ഷോട്ട് റോഡ്രി. ഇത് കിട്ടും പോസ്റ്റിന് ഗൈസ്. ഇത് കൊനാമി സ്ക്രിപ്റ്റിങ്ങാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു 10 പ്രാവശ്യം ഇങ്ങനെ ആയിട്ടുണ്ടാവും. 10 പ്രാവശ്യമൊന്നും അല്ല, കോമാച്ചിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തോരം പ്രാവശ്യം ഇവന്മാർ ഇതുപോലെ ആക്കുന്നതെന്ന് അറിയാം. പോസ്റ്റ് തട്ടി പോണേ സ്ക്രിപ്റ്റിംഗ് തോന്നുന്നു. വെച്ചാൽ റോബർട്ടോ കാർലോസ് അത്യാവശ്യം ഒന്നും എടുക്കുന്നുണ്ട്. പോസ്റ്റ് കേട്ടാ ഓക്കെ. മെസ്സി ആളോ സ്റ്റോയിച്ച്കോവ്. ഞാൻ സ്റ്റോയിച്ച്കോവിനെ ഇറക്കിയിട്ട് കുറേ കേട്ടോ ഗൈസ്. നിങ്ങൾ മുല്ലിറ്റിലേക്ക് എടുക്കുന്നതിനുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾ ചെയ്തതൊക്കെ. ഓക്കെ, നെയ്മറിൻ്റെ അടുത്ത് ബെല്ലറ്റി എടുത്തു. ബെക്കാം സീനാട്ടോ ഗൈസ്. പാസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, മെഗലിന് അവിടേക്ക് വിട്ടുകൊടുക്കില്ല. റോഡ്രി ഓക്കെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. 2 പേരും അടിച്ചിട്ടില്ല. ഷോട്ട് നോക്കുകയാണെങ്കിൽ അവർ 2 ഷോട്ട്, നമ്മൾ ഒരൊറ്റ ഷോട്ട്, അതായത് ആ പോസ്റ്റ് തട്ടിയ ഷോട്ടാണ്. എന്തായാലും ഗൈസ് ഞാനിപ്പോൾ സബ് ചെയ്യാൻ പോകണം. ബെല്ലിക്കൊണ്ട് ഇറവിനെ ഞാനിപ്പോൾ ഇറക്കുന്നില്ല കേട്ടോ. ഗ്രീസ്മാനെ ഇറക്കി നമുക്ക് വിക്ടറിനെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം. കാരണം ഓൾറെഡി ഇപ്പോൾ പവറുണ്ട്. ഗൈസ്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിന് ശേഷം
ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. ജെറാഡ് അതുപോലെ തന്നെ ജോക്കോറസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. റൊഡ്രി ഈ ചെങ്ങയൊക്കെ പണിയാണല്ലോ. ബെല്ലിംഗം, എംബാപ്പെ ഗൈസ്. എംബാപ്പേനെ കുറേ കേട്ടോ ഇറക്കിയിട്ട്. ഇവന്മാർ കോളാമോരി എന്ന് പറഞ്ഞത് ബെലറ്റി. എൻ്റെ പൊന്ന് ഗൈസ്, ആരടിച്ച കോലാമോരി മേളിക്കൂടിയാ. വലിയ സീനില്ല, പണി കിട്ടാണ്ട് രക്ഷപ്പെട്ടാൽ മതി. മാനുലിയർ ടു റൊഡ്രി ടു കോസ്റ്റേട്ട, മെസ്സി. ഓക്കെ റൊഡ്രി, സെർജിൻഹോ. എടാ അത് വേണ്ടായിരുന്നു. ഓക്കെ എടുത്തിട്ടുണ്ട് മേഘലൻ ഗൈസ്. മേഘലിനെയും നമ്മുടെ സെർജിൻഹോ, റോബർട്ടോ കാർലോസ് ടു സെർജിൻഹോ. എടാ പണി വാണിയോ ഇല്ല. സെർജിൻഹോ ടു റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മാൻ, ജോക്കാറസ്, റൊഡ്രി ബാക്കോട്ട്. അയ്യോ പണി വാണി. നെയ്മർ ഗൈസ്, ഇത് പണിയാവുന്നത്. നെയ്മർ ഇല്ല. എടുത്തിട്ട് പോസ്റ്റ് എടുത്തിട്ടുണ്ട്. മെസ്സി റൂപാസ് കൊടുക്കണ്ടായിരുന്നു, അവിടെ പണിയല്ല. മാൾട്ടിനി ടു ചൗമണി ഗൈസ്. ചൗമണിനൊക്കെ പറഞ്ഞ പോലെ കുറേ ഞാൻ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഗൈസ് ഇബ്രാഹിമോവിച്ചൊക്കെ ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പ്ലേയേഴ്സ് ഉണ്ട്, നക്കാറ്റിയൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും നമ്മുടെ സ്ക്വാഡിൽ ഇറക്കിയിട്ട് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. മാനുവലിനർ. പിന്നെ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ ഏതെങ്കിലും പ്ലേസിനെ യൂസ് ചെയ്ത് റിവ്യൂ ഇടണമെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള എനിക്കുള്ള പ്ലേസ് സെറ്റ് ചെയ്ത് ഞാൻ ഇറക്കാം കേട്ടോ. എൻ്റെ അടുത്ത് നമ്മുടെ ഗോളി ഒച്ചോവയൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് ഞാൻ സെറ്റാക്കുന്നതാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഒരു രോഹിത് എന്ന് പറഞ്ഞ വെച്ചാൽ ഓൾറെഡി കമൻറ്റ് ചെയ്തായിരുന്നു. എന്താ പറയുക, നമ്മുടെ ഇൻട്രോ ഒക്കെ വെക്കുന്നു. എനിക്കൊന്ന് രോഹിത് ബ്രോ തോന്നുന്നു. അപ്പോൾ ഇൻട്രോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാം കേട്ടോ. വീഡിയോസിൽ എന്തായാലും വെക്കാം. കാരണം ഗൈസ് എന്താ വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ചെയ്യുന്നതിന് ചിലതിന് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില ഇതിൻ്റെയൊക്കെ ഒഴിവാക്കിയത്. പക്ഷേ ഞാൻ പരമാവധി വെക്കാൻ നോക്കട്ടെ. അപ്പോൾ വെക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഇതിൻ്റെ രീതിയിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ് വെച്ചവരെ. അപ്പോൾ നെയ്മറിൻ്റെ ഒരു ഷോട്ട് ട്രിഗർ തടഞ്ഞിട്ടുണ്ട്. മെസ്സി വെക്കാമ് ഈ ചെങ്ങായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കിട്ടിയിട്ടുണ്ട് നല്ല ചാൻസ്. ഓക്കെ ജോക്കോറസ്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് അടിക്കണം. മെസ്സി. എടാ ഇത് ബാക്കോട്ട് അടിച്ചാൽ മതിയായിരുന്നു. അയ്യോ സാരല്ല, മുട്ട ഗൈസ് കിട്ടിയില്ല. അത് ഫുള്ളാവും ഗൈസ്. അപ്പോൾ 81 മിനിറ്റ് വരെ എത്തിയിട്ടുണ്ട് സംഭവം. നമുക്ക് ഗൈസ് ഈ ഒരു വീഡിയോയിലൊരു ഗോൾ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണണം. ഞാൻ ഗോളോസാണ് ഇട്ടെ വെച്ചാൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഡെന്നിസിലോന് ഇറക്കാം, ബെല്ലിംഗത്തിന് ഇറക്കാം. ബെല്ലിംഗ് എപ്പോഴും നമുക്കൊരു നല്ല കാർഡാട്ടോ. ഞാൻ കുറേ മാച്ചുകൾ യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ലൊരു സൂപ്പർ സബ്ബൊക്കെ ചെയ്യാൻ പറ്റിയ കാർഡുകളിൽ ഒന്നാണ്. പിന്നെ ഹാളൻഡിനെ ഇറക്കാം കേട്ടോ. ഹാളൻ്റെ മിക്ക എല്ലാ കാർഡുകൾക്കും അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. കാരണം സ്പീഡാണ് ഗൈസ്, ഓടിപ്പിടിച്ചു നമുക്ക് ഒരു നല്ല എംബാപ്പെ, ബെല്ലറ്റി ഗൈസ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ്, ഗ്രീസ്മാൻ ഗൈസ് കിട്ടിയിട്ടുണ്ടടാ. ഡെനിസ്ലോ എടാ ഒരു പണിയില്ലാ മതിയായിരുന്നു. ഞാൻ മണ്ടത്തരം കാണിച്ചു. മെസ്സി. അയ്യോ എൻ്റെ പൊന്ന് ഗൈസ്. എടാ ഇത് സ്റ്റീഗനെ കൊണ്ട് ഇങ്ങനത്തെ പണിയാ. ഗൈസ് ഗ്രീസ്മാന് കൊടുത്താൽ മതി, അത് ശ്രദ്ധിക്കൂല, അതാണ് പ്രശ്നം. റോബർട്ടോ കാർലോസ് ഗൈസ് ഇത് ഗോൾ അടിക്കണം. എന്തായാലും ഞാൻ പോസ്റ്റിലേക്ക് തന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നടന്നില്ല മച്ചാമനെ. ത്രോയാന്ന് എനിക്ക് തോന്നുന്നത്. ത്രോയാ ഗൈസ്. അപ്പോൾ 86 മിനിറ്റ് ആയിട്ട് നമുക്ക് മാജിക്കുകൾ ഇനി സംഭവിക്കാൻ സമയമുണ്ട് കേട്ടോ. ജെറാഡ്, മെസ്സി ടു സ്നൈഡർ. കിട്ടി സ്നൈഡർ കിട്ടി പോയി. എംബാപ്പെ ഗൈസ് അതാണ് ഞാൻ പറഞ്ഞ. റോബർട്ടോ കാർലോസ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു ഓക്കെ ഡെനിസ്ലോ ഗൈസ്. മെസ്സി കയറി. ഗൊളോസ മച്ചാമാരെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗൊളോസ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 91 മിനിറ്റിൽ നമ്മുടെ മെസ്സി ഗോളിട്ടു ഗൈസ്. സത്യം പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഗ്രീസ്മാന് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. നമ്മൾ ത്രൂ പാസ് കൊടുക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 ഗോളോ 3 ഗോളോ ആവേണ്ടിയാണ്. പിന്നെ സ്റ്റീഗൻ ആയതുകൊണ്ട് ഇവർ അത്യാവശ്യം സേവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് നമ്മൾ വീണ്ടും പ്രൊമോട്ട് ആയിട്ടുണ്ട് കേട്ടോ ഡിവിഷനിലേക്ക്. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ട് ഇതേപോലെ കിടിലൻ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് ഇനി നമ്മൾ ഗൈസ് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഡെന്നിസിലോ അവിടുന്ന് അടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഒരു പാസ്സായതുകൊണ്ട് നമ്മൾ ഇതായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയോളം വെച്ചാൽ അവർ ഓൾറെഡി നമ്മൾ ഈ ഒരു മാച്ച് ജയിച്ചു. അങ്ങനെ ഡിവിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഗൈസ് ഇതുപോലെ കിട്ടിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ ലൈവ് ഉണ്ടാവും ഗൈസ്. ഈ ഒരു ചാനലിൽ ഞാൻ ഓൾറെഡി ലൈവ് ഇടാം കേട്ടോ. ഓൾറെഡി ആപ്പ് സെറ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.